ഈ ഒരു ഏരിയയിലേക്കെങ്കിലും എത്തിയാലേ നമുക്ക് മേലോട്ടൊരു ട്രേഡ് നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മേലോട്ട് ട്രേഡ് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്ക് പറഞ്ഞ ഏരിയ ഈ ഒരു ഏരിയ ആയിരുന്നു. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു ബൈ എൻട്രീസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹൈ വരെ അത്യാവശ്യം നല്ല ട്രേഡ്സ് കിട്ടി. ഞാൻ പിന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഇത് മേലോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നായിരുന്നു. പക്ഷേ അങ്ങനെ നടന്നില്ല. എന്നാലും എൻട്രീസ് ഈ ഒരു ഏരിയ എന്നൊക്കെ എനിക്ക് ഷോർട്ട് എൻട്രീസ് അത്യാവശ്യം നല്ല എൻട്രീസ് കിട്ടി. ഇനി നെക്സ്റ്റ് വീക്ക് ഗോൾഡ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗോൾഡിൻ്റെ ഡെയിലി ചാർട്ട് ഒന്ന് എടുത്ത് നോക്കണം. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് ആർക്കെങ്കിലും റീഡ് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ അത്യാവശ്യം കൺഫ്യൂസിങ് ആയിട്ടുള്ള മാർക്കറ്റാണ്. അതുകൊണ്ട് ഹോപ്പ് കൈവിടാതിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഗോൾഡിൻ്റെ ഡെയിലി വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലോ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു FEGയിലേക്ക് ഡെയിലി FEGയിലേക്ക് പോയി. ഈ ഡെയിലി FEGയിലേക്ക് പോയിട്ട് തിരിച്ച് നമുക്ക് അത്യാവശ്യം നല്ലൊരു റിട്രേസ്മെൻറ്റ് തന്നു. താഴോട്ട് അത്യാവശ്യം നല്ലൊരു റിട്രേസ്മെൻറ്റ് തന്നു. അതിന് ശേഷം ഗോൾഡ് പിന്നെ തിരിച്ച് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി ഒന്ന് മേലോട്ട് പോയി. ആ 4 hour ചാർട്ട് എടുത്താൽ നമുക്ക് അത്യാവശ്യം മനസ്സിലാവും. 4 hour ചാർട്ടൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ച് നമ്മളെ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിലേക്ക് പോയി. അവിടെ നിന്ന് ഈ ഒരു ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് ഇപ്പം താഴോട്ട് നമുക്കൊരു മൂവ്മെൻറ്റ് തരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിക്വിഡിറ്റി ഇനിയുള്ളത് ഏരിയാസ് എന്ന് പറയുമ്പം ഈ ഒരു ലോയിൽ അത്യാവശ്യം നല്ല ലിക്വിഡിറ്റീസ് ഉണ്ടാവും. പിന്നെ ഈ ഒരു വിക്ക് ഇതൊക്കെ നല്ല ഏരിയാസാണ്. അപ്പം ഈ 2 ഏരിയയിലേക്കാണ് ഇനി അടുത്ത മാർക്കറ്റ് പോകേണ്ടത് എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ അങ്ങോട്ട് പോവോ ഇല്ലയോ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ 2 ഏരിയാസിലേക്കായിരിക്കും ടാർഗറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ലോ അല്ലേ, ഈ ഒരു 4 hourൻ്റെ ലോ എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് നേരെ പോയി ലോ എടുക്കുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് റിട്രേസ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ട്രേഡ് നോക്കാം. ട്രേഡ് 4 hourൽ ഈ ഒരു FEG നോക്കാം. പക്ഷെ അതൊക്കെ അത്യാവശ്യം നല്ല മേലെയാണ്. പിന്നെയുള്ള ഏരിയ എന്ന് പറയുമ്പം മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് അത്യാവശ്യം നല്ലോണം താഴോട്ട് പോയതിന് ശേഷം തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ട്രേഡ് നോക്കാം. ഒന്ന് മാർക്ക് ചെയ്ത് തരാം. മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു ഏരിയയിലേക്ക് പോയതിന് ശേഷം തിരിച്ച് താഴോട്ട് ട്രേഡ് നോക്കാം. അതേപോലെ തന്നെ മാർക്കറ്റ് നേരെ താഴോട്ടാണ് പോകുന്നതെങ്കിൽ നേരെ തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് ഒരു റിട്രേസ്മെൻറ്റ് തന്നതിന് ശേഷം താഴോട്ട് തന്നെ ട്രേഡ് നോക്കാം. അപ്പം ഈ 2 വ്യൂസാണ് ഗോൾഡിൽ എനിക്കുള്ളത്. ഗോൾഡിൽ എനിക്ക് ഇനി ഈ സെൽ ഓപ്പർച്യൂണിറ്റീസ് മാറി ബൈ ഓപ്പർച്യൂണിറ്റീസാണ് ഞാൻ കാണുന്നതെങ്കിൽ അതിന് ഈ ഒരു ഹൈ ഇല്ല, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ആ ഒരു ബൈനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ നെക്സ്റ്റ് ചാർട്ടിൽ പോകാം. യൂറോ USD നോക്കാം. ഈ 1 hour OB ആക്കാം. ഓക്കെ, അപ്പോൾ യൂറോയിൽ ഞാൻ പേഴ്സണലി ബയസ് എൻ്റെ അപ് ട്രെൻഡാണ്. അപ്പം ഈ ഒരു ട്രേഡ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് മേലോട്ട് ട്രേഡ് നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടുന്ന് ഒരു മേലോട്ടൊരു എൻട്രി നോക്കാം. ഓക്കെ, യൂറോ USDൻ്റെ 1 hourൽ നമ്മൾ പറഞ്ഞ ഏരിയ ഈ ഒരു ഏരിയ ആയിരുന്നു. ഈ ഒരു ഏരിയ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് നമുക്ക് മൺഡേ തന്നെ ഈ ഒരു ഏരിയയിൽ എത്തിയതിന് ശേഷം അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് മേലോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ട്രേഡ്സ് കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഏരിയ നിന്നൊക്കെ അത്യാവശ്യം നല്ല ട്രേഡ് കിട്ടിയിട്ടുണ്ടാവും, ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ എന്താ പറയുക, എൻ്റെ മാർക്കറ്റ് അനാലിസിസ് ഉണ്ടായിരുന്നത് ഈ ഒരു ഹൈ ഒക്കെ എടുത്ത് മേലോട്ട് പോകുന്നതായിരുന്നു. പക്ഷേ
കഴിഞ്ഞ വീക്കിൽ വന്ന ന്യൂസസ് ഒക്കെ ഹൈ ഇൻഫ്ലേഷൻ ന്യൂസാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടിയതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് അവരെന്തായാലും കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പം ആ എക്കണോമിയിലേക്കുള്ള എന്താ പറയുക, കറൻസീൻ്റെ വാല്യൂ കൂടും. അപ്പോൾ ഡോളറിൻ്റെ വാല്യൂ കൂടിയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് താഴോട്ട് കിട്ടിയത്. ഇപ്പം ക്ലിയർലി ന്യൂസ് ബേസ്ഡ് ആണ്. ഇനിയിപ്പം ഈ ഒരു ബെയറിഷ്നെസ് കണ്ടിന്യൂ ചെയ്യേ ഉള്ളൂ, പെട്ടെന്നൊന്നും കുറയാൻ ചാൻസ് ഇല്ല. അപ്പോൾ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മന്തിൻ്റെ ഒരു പകുതി വരെയൊക്കെ ഈ ഒരു മൂവ്മെൻറ്റ് തന്നെ, ബെയറിഷ് മൂവ്മെൻറ്റ് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുക. അപ്പം ട്രേഡൊക്കെ നോക്കിയിട്ട് എടുക്കുക. ഇനി ഡെയിലി ചാർട്ട് നോക്കുന്ന സമയത്ത് നെക്സ്റ്റ് വീക്കിലേക്ക് എന്താ നടക്കുക നോക്കാം. ഈ യൂറോൻ്റെ ഡെയിലി ചാർട്ടും നല്ല കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നോക്കുക, ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് മാർക്കറ്റ് ഒന്ന് ക്ലീൻ ആയതുപോലെ വെക്കുക. എന്നാൽ കുറച്ചും കൂടി നല്ലോണം നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഡെയിലിയിൽ ഈ ഒരു ഹൈനെ ഇവിടെ ഒരു ബ്രേക്ക് കിട്ടി, മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് കിട്ടി. അതിനുശേഷം ഈ ഒരു ലോയും ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി മാർക്കറ്റ് മേലോട്ട് പോയി. മേലോട്ട് അവിടെ വരെ പോയത് നമ്മളെ പ്രീമിയം ഡിസ്കൗണ്ട് ടൂൾ എടുത്ത് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ വരെ പോയി. ആ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ ഇവിടെ കുറച്ച് ഈക്വൽ ഹൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഈക്വൽ ഹൈസിൻ്റെ മേലുള്ള ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് ഇപ്പം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലിയിൽ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. നമുക്കിവിടെ നല്ലൊരു ബ്രേക്ക് കിട്ടി. ഇനിയിപ്പം ഈ ഒരു ഏരിയയിലേക്ക് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം താഴോട്ട് പോകണമെന്നാണ് ഞാൻ അങ്ങനെ ട്രേഡ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെയിലി നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു FEG ഉണ്ട്. ഓക്കെ, അപ്പം തിരിച്ച് ഈ ഒരു FEGയിലേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. ഓക്കെ, 4 hourൽ നോക്കുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും സെറ്റപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഈ ഒരു ഹൈൻ്റെ മേലെ ലിക്വിഡിറ്റി ഉണ്ടാവും. പക്ഷേ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബെയറിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് ഇപ്പം. അപ്പം വലിയൊരു എന്താ പറയുക, ഒരു വലിയ മൂവ്മെൻറ്റ് മേലോട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏരിയാസ് ഉണ്ട് കേട്ടോ. ഏരിയാസ് നമ്മളെ പ്രീമിയം ഡിസ്കൗണ്ട് കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളെ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അത്രയും മൂവ്മെൻറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ ഈ ഒരു ഹൈൻ്റെ മേലെയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് യൂറോ ഈ ഒരു ഏരിയയിൽ നമുക്ക് റിവേഴ്സലോ കാര്യങ്ങളോ കൺഫർമേഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഹൈ എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴോട്ട് ട്രേഡ് നോക്കാം. ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്ത് തരാം. പിന്നെ എൻ്റെ യൂറോയിലെ ബയസ് മാറണമെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണം കേട്ടോ. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് ഇത് വരണം. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഓക്കെ, യൂറോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ അത് കുറച്ച് താഴോട്ട് പോകും, എന്നിട്ട് തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് വരും. നമുക്ക് ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ താഴോട്ട് ട്രേഡ് നോക്കാം. അവിടുന്ന് ട്രേഡ് കിട്ടിയിട്ടില്ലെങ്കിൽ, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് നിന്നിട്ടില്ലെങ്കിൽ മാർക്കറ്റ് മേലോട്ട് ഈ ഒരു ഏരിയയിലേക്ക് ഈ ഒരു ഹൈ എടുക്കാൻ വേണ്ടി പോവും. അതിന് ശേഷം നമുക്ക് ഈ ഒരു ലോ വരെ ടാർഗറ്റ് ചെയ്യാം. ഇനി മാർക്കറ്റ് ഇവിടെ നിന്നിട്ടില്ലെങ്കിൽ, ഇവിടുന്നും കിട്ടിയിട്ടില്ല, ബൈ ആണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം തിരിച്ച് വന്നിട്ട് മേലോട്ടാണ് ഞാൻ ട്രേഡ് നോക്കുക. ഓക്കെ, ഇനി GBP നോക്കാം. GBPയും സെയിം സിറ്റുവേഷനാണ്. നല്ല ബെയറിഷ് മൊമെൻ്റ് ആണുള്ളത്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് യൂറോയിൽ യൂറോ USD പറഞ്ഞ പോലെ തന്നെ നല്ല ബെയറിഷ് മൊമെൻറ്റം, പ്രത്യേകിച്ച് എക്സ്ട്രാ കാര്യങ്ങളൊന്നും പറയാനില്ല. ഈ മൊമെൻറ്റം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, പിന്നെ
ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു FEG ഉണ്ട്, പക്ഷേ ഇത്രയും വലിയ സോൺ നോക്കിയിട്ട് കാര്യമല്ല. ഒന്ന് റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ടൈം ഫ്രെയിമിൽ പോയി നോക്കാം. ലോ ടൈം ഫ്രെയിമിൽ പോകുമ്പം ഈ ഒരു FEG നല്ലതാണ്. മാർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഏരിയ തൊട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഈ ഒരു ഏരിയയും പിന്നെ ഈ ഒരു FEG കൂടി കൂട്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോ വരെ നമുക്ക് ട്രേഡ് നോക്കാം. ഓക്കെ, മാർക്കറ്റ് പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ട് തിരിച്ച് മേലോട്ട് ഒരു റിട്രേസ്മെൻറ്റ് തന്നതിന് ശേഷം നമുക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വരെ ട്രേഡ് നോക്കാം. അതായിരിക്കും GBPയിൽ എൻ്റെ ട്രേഡ് ഇങ്ങനെയായിരിക്കും. വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേലോട്ട് പോകുന്ന സമയത്ത് മേലോട്ട് ട്രേഡ് നോക്കും കേട്ടോ. ബൈ എൻട്രീസ് ഏതെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കും. ഈ ഒരു ഏരിയ ഒന്ന് വെയിറ്റ് ചെയ്യും. ഈ ഒരു ഏരിയ എത്തുമ്പോൾ ഞാൻ ട്രേഡ് ചെയ്യില്ല. ഈ ഒരു ഏരിയ നോക്കിയാൽ ബൈ എൻട്രീസ് നോക്കും. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷോർട്ട് എൻട്രീസ് ഉണ്ടോ എന്ന് നോക്കും. ഇനി അടുത്തത് നാസ്ഡാക്ക് പോവാം. നാസ്ഡാക്കിൽ 1 ഹവറിൽ ഞാൻ കഴിഞ്ഞ വീക്ക് പറഞ്ഞ ഏരിയ. ഓക്കെ, കഴിഞ്ഞ വീക്ക് ഞാൻ ഈ ഒരു ഏരിയ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടാണ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഏരിയ 4 ഹവറിലെ ഈ ഒരു OB ആയിരുന്നു. ഓക്കെ, ഈ ഒരു OBയിൽ എത്തിയതിന് ശേഷമാണ് മാർക്കറ്റ് മേലോട്ട് മൂവ്മെൻറ്റ് വന്നത്. ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് ഡെയിലി ചാർട്ടൊന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് നല്ല മൊമെൻറ്റം മേലോട്ട് തന്നെ കാണും. ഇപ്പം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതിൽ ട്രേഡ് എടുക്കുന്നില്ല കേട്ടോ. നാസ്ഡാക്കിൽ ഞാൻ ട്രേഡ് എടുക്കുന്നില്ല. ആരെയും എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ്. നാസ്ഡാക്കിൽ ഇനി ഞാനൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് മേലോട്ട്. 4 ഹവറിൽ നോക്കുമ്പം പ്രത്യേകിച്ച് ഏരിയാസ് ഇല്ല. പക്ഷേ മാർക്കറ്റ് എന്തായാലും ഈ ഒരു ലോ എടുക്കാൻ എന്തായാലും കുറച്ചൊരു താഴോട്ട് വരും. 1 ഹവർ എടുത്ത് നോക്കുമ്പോൾ നോക്കാം എവിടെ സ്ഥലമുണ്ടോ. 1 ഹവറിൽ ഇവിടെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഈ ഒരു 1 ഹവർ OB, ഈ ഒരു 1 ഹവർ OB നല്ലതാണ്. നല്ലത് ഇൻ ദി സെൻസ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ മേലോട്ട് ട്രേഡ് നോക്കാം. പിന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. റിട്രേസ്മെൻറ്റ് വരുമ്പം താഴോട്ട് ട്രേഡ് നോക്കാം. 2 സിനാരിയോസ് മറിച്ച് തരാം. ഈ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ തിരിച്ച് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് മേലോട്ട് ഒരു ട്രേഡ് നോക്കാം. ഈ മൊമെൻറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ കഴിഞ്ഞാൽ ഈ ഒരു ഹൈ വരെ പോവും. നിങ്ങൾക്ക് ചെറിയ എൻട്രീസ് നോക്കാം, ലോങ് എൻട്രീസ് നോക്കാം. ഇനി മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിട്രേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൺഫർമേഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. തിരിച്ച് ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് തിരിച്ചെത്തിയ സമയത്ത് താഴോട്ട് ഷോർട്ട് എൻട്രീസ് നോക്കാം. അപ്പം ഗോൾഡ് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ യൂറോ പറഞ്ഞു, GBP പറഞ്ഞു, നാസ്ഡാക്കും പറഞ്ഞു. വേറെ ഏതെങ്കിലും പെയർ നിങ്ങൾക്ക് അനാലിസിസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഇതൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പേഴ്സണലി ട്രേഡ് ഈ 4 പേഴ്സിലാണ് എടുക്കാറ്. പക്ഷേ കറൻ്റ്ലി ഞാൻ ഗോൾഡും യൂറോ USDയും ഇനി തൊട്ട് GBPയിലൂടെ ട്രേഡ് എടുക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീക്ക് കാണാം.